ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ ടൈമെല്ലാം ഡിഫറെന്റ് ആയിട്ടുണ്ട്. സോറി, പകലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ രാത്രിയാണ് ഞങ്ങൾ വീഡിയോ എടുക്കണേ. പകല് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് നമ്മളെ കുട്ടിമോനെ അലോട്ട്മെന്റിൽ കിട്ടിയിട്ട് ചേർക്കാൻ പോയിന്ന്. അപ്പൊ ഇനി വീഡിയോ എടുക്കാനൊന്നിനും പറ്റില്ല. അവിടെ ചെന്ന് പെട്ട് കഴിച്ചിലായില്ല. എസ്റ്റ് ആയിക്കണം നമ്മള് കഴിച്ചിലായപ്പോ. ഞാൻ പൂളച്ച് കയറാനൊക്കെ നോക്കിയ ശേഷം ഒന്നും രക്ഷപ്പെട്ടില്ല അല്ലേ. അവിടെ ചെന്നാൽ തലയിൽ കൂടി കയറി ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലൊന്നും അധികം വെയിറ്റ് ചെയ്യുന്ന പരിപാടി ഇല്ല. 50ാമത്തെ ടോക്കൺ ആയാലും ഞാൻ 10ാമത്തെ ടോക്കൺ ആയാലും എല്ലാം കഴിച്ചില്ല. ഭയങ്കര വിറ്റുണ്ട്. സത്യത്തിൽ ഞാൻ കേറാൻ നോക്കി ഇപ്പോഴൊന്നും അവിടെ ഇങ്ങനെ പെട്ടത് അറിയോ. കുട്ടിയോൻ വിളിച്ച് ഒരു പെണ്ണെന്നിട്ട് ചോദിച്ച്, കാക്ക നിങ്ങളെ ടോക്കൺ നമ്പർ എത്ര അയച്ചു? അപ്പൊ ഞാൻ എന്റെ ടോക്കൺ നമ്പർ എന്റെ വൈഫിന്റെ അറിയുള്ളൂ, അപ്പുറത്തിന്റെ ആള്. അത് കുട്ടിമോ നേരെ എന്ത് ചെയ്ത്, നേരെ പറഞ്ഞ് 76 അപ്പൊ പെണ്ണ് പറഞ്ഞ് 76 ഞാൻ 42 ഇതിനെവിടെ ചോദിച്ചു. മോനെ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ് ഒക്കെ പൊട്ടി. ഏതായാലും രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യൽ ഡേ. ഇന്നത്തെ വീഡിയോക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. എന്താന്നല്ല ഇപ്പൊ പറയാ അല്ലേ. അപ്പൊ എല്ലാവർക്കും വീഡിയോയിൽ സ്വാഗതം പറയാനുണ്ട് തന്നെ ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കാണ്. പിന്നെ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ കേൾക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഞങ്ങൾക്ക് അല്ലേ. എന്നാ പറഞ്ഞു കൊടുക്ക എന്താന്നുള്ളത്. അതായത് ഞാൻ ആകെ ടെൻഷനായ ദിവസമാണ്. ശരിക്കും ഞാൻ ടെൻഷനായി. കാരണം സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളും നമ്മുടെ പേഴ്സണലായിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ ആ സമയം ആയതുകൊണ്ടാണ് സാധാരണ ഞാൻ അറിയാറുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്, വെഡിങ് ആനിവേഴ്സറിയാണ്. പക്ഷെ ഞാൻ സത്യത്തില് അത് ഇന്നാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ വേറെ ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം മനസ്സ് ഇവിടെ ഒന്നും ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് മറന്നിരുന്നു. ഞാൻ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇപ്പൊ അടുത്തുണ്ട്. പക്ഷെ ഇന്നാണെന്നുള്ള ഓർമ്മയില്ല. അപ്പൊ രാവിലെ എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് എന്നോട് ആ വിവരം. ശരിക്കും ഞാൻ ആകെ ടെൻഷനായി പോയി. കാരണം അതെ, എനിക്ക് വലിയ 2 സമ്മാനമാണ് അവൾ തന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം സമ്മാനങ്ങൾക്ക് വിലയില്ല എന്നാണ്, വിലമതിക്കാൻ പറ്റാത്ത ഭയങ്കര സമ്മാനങ്ങളാണ് എനിക്ക് തന്നത്. അപ്പോൾ അത് കിട്ടിയതും ഞാൻ ആകെ സ്തംഭിച്ചു പോയി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നില്ല. കാരണം ഞാൻ തിരിച്ചൊന്നും കൊടുക്കാൻ ഞാൻ ഒന്നും വാങ്ങിയിരുന്നില്ല. കാരണം എനിക്കതിന്റെ ഓർമ്മയില്ല. ആകെ ടെൻഷനായിരുന്നു ഞാൻ. അതാണ് 1-2 ദിവസം വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. അപ്പൊ ഇനി എന്താ തന്നെന്നൊക്കെ നീ തന്നെ പറഞ്ഞു കൊടുത്തണം. ഇതാ ചുരിദാറുമായി തന്നെ അതിന് ഞാൻ ഇതല്ലേ തന്നത് എന്നൊക്കെ ഉള്ളൊരു വിഷയമാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിയത് സംഗതി ചുരിദാർ വാങ്ങിക്കണേ. എന്താ പിന്നെ മാളുവിന്റെ ആംഗിളിന്റെ കല്യാണം ഉണ്ട് ഉടനത്തിന്റെ ഒരു ഞായറാഴ്ച. അപ്പൊ അതൊക്കെ ഉദ്ദേശിച്ച് വാങ്ങിയതാണ്. വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിയതല്ല. അതിനൊന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ എനിക്ക് ആകെ വിഷമമായി. കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സംഭവമൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ വിവാഹത്തിന്റെ ദിവസം നമ്മൾ മറന്നുപോയല്ലോ എന്നുള്ള ആകെ ടെൻഷനായി. എന്നിട്ട് ഇവിടെ ഇതൊക്കെ ഓർത്തിട്ട് ആളിങ്ങനെ 1-2 സമ്മാനം, വേറെ നല്ല അടിപൊളി ചെരുപ്പുണ്ട് വാങ്ങിയിട്ട്. കാരണം നിങ്ങൾ എപ്പോഴും അങ്ങനത്തെ ചെരുപ്പിടുള്ളൂ, ചെരുപ്പിടുള്ളൂ, നല്ല ഇടൂല എന്നൊക്കെ പറഞ്ഞു. എന്താ അറിയോ, ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു സംഭവട്ടാ. നല്ല പൈസക്കാർക്ക് എങ്ങനെ നല്ലപോലെ നടക്കണ്ടാവും. നമ്മളെ സാധാരണക്കാരായ ഭർത്താക്കന്മാര് അവരെന്നെ അവരവസ്ഥ തന്നെ പച്ചപ്പാവാണ്. കുറച്ച് ഉസ്രമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ. ഈ പുട്ടളകലേ ഉള്ളൂ, പച്ചപ്പാവാണ്. എന്താ സംഭവം, ഞാൻ എല്ലാവരെയും കുറിച്ചാണ് പറഞ്ഞിട്ട്, എല്ലാ ആണുങ്ങളെയും കുറിച്ചാണ് പറഞ്ഞത്. നമ്മള് ഭാര്യമാർക്കൊക്കെ എല്ലാം അടിപൊളിയായിട്ട് ചെരുപ്പ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, അവർക്കുള്ള ഫുഡ് ആയിക്കോട്ടെ, എല്ലാ കാര്യവും അടിപൊളിയാണ്. കാരണം പക്ഷെ അവർ ഇടുന്ന ചെരുപ്പ്, അവർക്ക് ഡ്രസ്സ് ശരിക്കില്ല. ഇവരിടുന്ന ചെരുപ്പൊക്കെ ഏറ്റവും ലോക്കൽ ചെരുപ്പേ വാങ്ങുള്ളൂ. എന്നാൽ ഞാനിടുന്ന ചെരുപ്പോ 300 ചില്ലാനും 400 ചില്ലാനൊക്കെ ചെരുപ്പാണ്. കാരണം പക്ഷെ ഇവരുന്ന ചെരുപ്പം വെറും 150 റുപ്യയുടെ ചെരുപ്പാണ്. എനിക്ക് ഭയങ്കര വേദന ഇട്ട് കാണ്ട് ഞാൻ നല്ല ഇട്ട് നടക്കുമ്പോൾ എനിക്ക് വില കുറഞ്ഞ എല്ലാം ഉദ്ദേശിക്കണം കേട്ടാ. വിലല്ലല്ലോ നമുക്ക്. പക്ഷെ എനിക്കതൊക്കെ ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഇട്ട് നടക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ എന്ത് തന്നെ ടീഷർട്ട് ഡ്രസ്സാണ്. അപ്പൊ അന്ന് മുതൽ ഞാൻ ഓരോ വെഡിങ് ആനിവേഴ്സറി അടുത്ത ജൂണിന് ഇപ്പൊ എന്താ അന്ന് മുതൽ ആലോചിച്ച് തുടങ്ങും. ഒരു ദിവസം പോലും ഞാൻ മറക്കൂല.
അന്ന് മുതൽ ഞാൻ തീരുമാനം തുടങ്ങിയിട്ടുണ്ടാവും അടുത്തതിന് ഇന്നതാണ് അങ്ങനെ അങ്ങനെ ഓരോ പക്ഷെ ഞാൻ ഈ വെഡിങ് ആനിവേഴ്സറി ശരിക്കും ഇവിടെ ഞെട്ടിക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ നടന്നില്ല, സാമ്പത്തികമായിട്ട് ടൈറ്റിൽ ചെയ്യുന്ന ഒരുപാട് എനിക്ക് നല്ലോ അറിയാം. നമ്മുടെ മനസ്സ് തളർത്തുന്ന വലിയൊരു പ്രശ്നം ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല, എനിക്ക് നല്ല അറിയാം. കാരണം ഇവിടെ ഒന്നും ഇല്ലായിരുന്നു തീരെ. അപ്പൊ അത് പിന്നെ ആവില്ല, ഇത് കുട്ടികൾക്ക് മീയോ രോഗം പകർച്ചവ്യാധി അവനെ കോലം കണ്ടില്ല, ആകെ ടെൻഷനായി. പെരുന്നാതലേന്ന് വരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കുട്ടികളായിട്ട് നടക്കലേന്ന്, ഛർദിച്ചു നോക്കും. ഒരു ഒന്നായിട്ടൊരു എന്താ പറയാ ഒരു സുഖമുള്ള ടൈമല്ലായിരുന്നു. അപ്പൊ എനിക്ക് ഉറപ്പായി ഒരിക്കലും വെഡിങ് ആനിവേഴ്സറി ഓർമ്മ ഇല്ല എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഞാൻ 2 ദിവസം പിന്നെ ഫോണിൽ ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറിന്റെ എന്തൊക്കെയാ ഇങ്ങനെ കേക്ക് ഇട്ടിട്ട് ഓരോരോ അങ്ങനെ പറയാം ഇതിന് ഓർമ്മ വരുവോ, ഞാൻ ലോകത്തില്ലല്ലോ. അപ്പൊ എങ്ങനെ എന്ത് ചെയ്ത് എങ്ങനെയെങ്കിലും ഭാവമില്ലാതെ എങ്ങനെയും പുറത്തു പോയാൽ എനിക്ക് ഇതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ എന്തെങ്കിലും ടൈമില് അമ്മായിന്റെ മോനെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ പോക്കില് പോയപ്പോ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് വന്നു. അപ്പൊ ഈ സാധനം ശരിക്കും വാങ്ങുമ്പോ ഈ ചെരുപ്പ് എങ്ങനെ വാങ്ങുമ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്താ ഇത് ഫേസൊക്കെ പൊളിഞ്ഞാകെ തൊലിയൊക്കെ പോന്ന് പറയണം. ഫേസിന്റെ അവസ്ഥ അതാണ്, പൊളിഞ്ഞ് എന്താ പറയാ തൊലിയൊക്കെ പോകുന്ന അതായിട്ട് ഒപ്പിച്ച് കൊണ്ടിറക്കലാണ്. എന്താ അറിയോ, ചില പേസുകളിൽ പൈസ ഒഴിവാകൂല, അത് ബർക്കത്താന്ന് പറയില്ലേ, പേസ് അതുകൊണ്ട് ഒഴിവാക്കായ അല്ലേ. ഇതൊരു പേസ് അല്ലേ, നല്ല വാങ്ങിക്കോ. അപ്പൊ ഈ പേസ് അടിപൊളിയാണ്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ കൊടുത്തതിന് മുമ്പത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത ഫോട്ടോ എങ്ങാനും അല്ല ടൂർ പോയപ്പോ എങ്ങാനും അടിപൊളിയായിട്ട് ഇതിന്റെ പേരൊക്കെ ഉണ്ട്, കാണുന്നുണ്ടോ? അതെ, ഞങ്ങൾ പേരെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് പേര്. അപ്പോ ഇതാണ് പേസ്. ഇതുണ്ടല്ലേ നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് അറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ് മാഷാ അല്ലാഹ്. ഇതുണ്ടല്ലേ ഒരുപാട് അറകളുണ്ട്, കാണിക്കാൻ പറ്റുന്നില്ല. കൊടുക്കുമ്പോ ആൾക്ക് എന്താ കുറവുള്ളത് അത് കൊടുക്കണ്ടേ, ഓരോന്ന് വാങ്ങി കൊടുത്തൊരു കാര്യമില്ല. ഏതായാലും ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓക്കെ, ചെരുപ്പ്, ഒരു ചെരുപ്പ്, ചെരുപ്പ് തുറന്നാ. അപ്പൊ നല്ലൊരു അടിപൊളി ചെരുപ്പും തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇവൾക്കായിട്ട് ഞാൻ വെഡിങ് ആനിവേഴ്സറി എന്നുള്ള ഉദ്ദേശത്തില് ഒന്നും വാങ്ങിക്കൊടുത്തില്ല. എനിക്ക് വേണ്ട. എന്ത് സംഭവം അറിയാം, നമ്മളെപ്പോഴും വെഡിങ് ആനിവേഴ്സറിക്ക് ആയിക്കോട്ടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ എന്റെ മനസ്സിലെന്ന് വെച്ചാൽ ആ ആളെ ടെൻഷൻ അടുപ്പിക്കണം. അതെ, അടിപൊളി ചെരുപ്പാണ്, നല്ല സോഫ്റ്റ് ഒക്കെ ഉള്ള ചെരുപ്പ്. ഇന്നും ഇടാൻ പൂതിന് ഞാൻ ഇടിപ്പിച്ചതാണ്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളി ചെരുപ്പാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമ്മളുടെ എളിമാന്റെ വീട്ടിൽ പോയി പെട്ടിന്നത് അതാണ്. ഇവിടെ ബാക്ക് ഭാഗം ഒന്ന് കാണിച്ചു തരാത്ത ചളിയുണ്ട്, ലേശം ചളിയുണ്ട്, അങ്ങനെ പൊടിയുണ്ട്. അപ്പോൾ ഓക്കെ, ഇതാണ് വെഡിങ് ആനിവേഴ്സറി വന്ന ചെരുപ്പ്. പിന്നെ ഞാൻ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിലും കല്യാണത്തിന് വെച്ചിട്ട് ചുരിദാർ എടുത്തുന്നില്ലേ, അതിന് എന്താ കുഴപ്പം? അതൊന്നും ഇവര് കാണിച്ചു കൊടുക്കും. ഇതാണത് ഷാള് കണ്ടോടെ ഞാൻ ആ ഷാളന്നെ ഇട്ടാണ് ആ ഷാളന്നെ ഇട്ടതാണ്. ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. എന്താ വെച്ചാൽ എല്ലാ വർഷവും ഇങ്ങനെ ഇട്ടാ ഞാൻ ബാവനെ നെട്ടിക്കലാണ്. ബാവക്ക് ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല ആ ദിവസട്ടാ. അതിന്റെ 2 ദിവസം മുന്നേ ഓർമ്മ ഉണ്ടാവും. പക്ഷെ ആ ദിവസം ബാവ മാത്രം ഈ പണിക്കൊന്നും നമ്മളെ മൈക്ക ഒത്തിങ്ങനെ ഇരുന്നുകാണ്ട് എല്ലാം ഓർത്തിങ്ങനെ ഇരിക്കല്ലല്ലോ. ഇവർക്ക് തന്നെ പല പല ചിന്തകളും കടങ്ങളും അതും കൊണ്ട് അപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇന്നിപ്പോ എന്ത് ചെയ്ത് ഞാൻ കൊടുക്കുമ്പോഴുള്ളൊരു മുഖം ഉണ്ടല്ലോ, ഒരു റിയാക്ഷൻ ഉണ്ട്, അത് കാണാൻ ഭയങ്കര രസമാണ്. ടെൻഷനായി പോയി, ആകെ സ്തംഭിച്ചു പോയി. കാരണം മുഖം കാണേണ്ട എനിക്ക് വീഡിയോ എടുക്കാൻ, അപ്പൊ എനിക്ക് ഒരു വീഡിയോ എടുക്കണ മെയിൻ ഉണ്ടായില്ല. നമ്മുടെ മുഖം നിങ്ങളെ കാണിച്ചു തരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മുടെ ഭാര്യമാരെന്ന് വെച്ചാൽ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ വിഷമത്തിലെല്ലാം പങ്കിടുന്ന എല്ലാം അവര് നമ്മുടെ കൂടെ നിൽക്കുന്ന ഭാര്യമാരാണ് എല്ലാവർക്കും. അപ്പോ ആ വിഷമങ്ങളൊക്കെ ഇഷ്ടംപോലെ അവരെ മനസ്സിലുണ്ട്. പക്ഷെ എങ്കിലും ഇതിന്റെ ഉള്ളിൽ കൂടെ ഇതിന്റെ ഇടയിലൂടെ ഒക്കെ ഈ വെഡിങ് ആനിവേഴ്സറിയൊക്കെ ഓത്ത് അതിനുള്ള സമ്മാനമൊക്കെ അവള് അവിടുന്ന് ഇവിടുന്നൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവള് ഈ സ്റ്റിച്ചിങ് ടൈലറിങ്ങിന്റെ പരിപാടി പൈസ യൂണിഫോം ഒക്കെ അടിച്ച പൈസ കിട്ടിയെന്ന് അപ്പൊ നാസാക്കാതെ അതൊക്കെ എടുത്ത് യൂണിഫോം ഒക്കെ അടിച്ച പൈസ ഒക്കെ സ്വരൂപിച്ച് അതൊക്കെ മെയ് മാസം ആയാൽ പിന്നെ എനിക്ക് ഒരു സമാധാനം. ഇതിന്റെ ഇടയിലൊക്കെ ആള് പറയാറുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പൈസ വേണം കയ്യില്, പൈസ വേണം. എന്റെ മനസ്സെന്താണ്, ഒന്നുകിലും ടൂറ് പോണം, വെഡിങ് ആനിവേഴ്സറിക്ക് സാധനമാണ്, രണ്ടിനും എനിക്ക് പൈസ മതി, വേറെ ഒന്നിനും എനിക്ക് പൈസ വേണ്ട, ഒന്നിനും പൈസ വേണ്ട. ടൂർ പോകാൻ പൈസ ഉണ്ടാക്കും, അത് അല്ലെങ്കിൽ പിന്നെ മെയ് ആയാൽ എനിക്ക് സമാധാനം കിട്ടൂല, എനിക്ക് എന്തെങ്കിലും വാങ്ങണം, നെട്ടിക്കണം, ആളൊന്ന് നെട്ടിക്കണം, ആൾക്ക് എപ്പോഴും ആവശ്യം എന്താണ് ആ സാധനം വാങ്ങി കൊടുത്ത് നെട്ടിക്കണം. എന്തിനാണ് ഇപ്പൊ ആള്
കാത്തുകൾ എന്നോട് എപ്പോഴും പറയും ഒരു നല്ല ചെരുപ്പ് വാങ്ങണം, എപ്പോഴും പറയും ഒരു നല്ല ചെരുപ്പ് വാങ്ങണം, ഈ ചെരുപ്പിട്ട് എനിക്ക് നടക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ പറയും. എന്നുവെച്ചാൽ ബുദ്ധിമുട്ട് പറയല്ലേട്ടാ. അങ്ങനെ തന്നെ ലോകത്ത് ഒരുവിധം പുരുഷന്മാരും പക്ഷെ വാങ്ങൂല, കയ്യായിട്ടല്ല. ഞാൻ പറയും നിങ്ങൾക്ക് വാങ്ങാൻ കയ്യായിട്ടല്ല, ഇന്നിപ്പോ ഒരു ചെരുപ്പ് വാങ്ങാൻ വകല്ലായിട്ടല്ല, നിങ്ങൾ ചെരുപ്പ് വാങ്ങിട്ടാളി കേൾക്കൂല. അപ്പൊ എന്ത് ചെയ്ത് അതെല്ലാം ആവശ്യം അപ്പൊ അത് വാങ്ങി കൊടുക്കുക. അപ്പൊ ആള് ചുരുക്കി പറഞ്ഞ ആള് ഇന്ന് ഭയങ്കര ടെൻഷനായി. അപ്പഴാ പറഞ്ഞപ്പോൾ ഇങ്ങനെ എളിമാന്റെ അടുത്ത് അവിടെ എളിമ ചെറിയ ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്നു, അവിടെ ഒന്ന് പോയി വരിക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നേ കാണാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ അലോട്ട്മെന്റിന്റെ കാര്യം അവിടെ ഗവൺമെന്റ് സ്കൂള് പുതുപ്പറമ്പ് അവിടെ പോയി അതെല്ലാം ശരിയാക്കി അങ്ങനെ വന്നാണ്. അപ്പൊ രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത്. സാധാരണ നമ്മള് വീഡിയോയിൽ 7 മണിക്കാണ് നമ്മൾ വീഡിയോ ഇടല്. പക്ഷെ ഇപ്പൊ ഒരുപാട് വീഡിയോ നമ്മള് എടുക്കുമ്പോ തന്നെ സമയം അല്ലെ ഒരുപാട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ പറയാനുള്ളത്? ഡ്രസ് കാണിച്ചു കൊടുക്കാം. നിങ്ങളോടൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്ന നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അല്ലേ. ഒരുപാട് ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും. പക്ഷെ എല്ലാം കമന്റിലൂടെ അറിയിക്കുക. തുണിയാണ് കേട്ടോ, ഇങ്ങനെ കാണിച്ചെന്താ മനസ്സിലാവില്ല. ഇതിന്റെ കയ്യിൽ വർക്ക് കൊടുക്കാനുള്ളതാ. അതിന്റെ ഷാളാണിത്. ഞാനിത് ഡ്രസ്സ് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതെ അതെ, പക്ഷെ നല്ല അടിപൊളിയാട്ടാ അല്ലേ. ഞാൻ തന്നെ നല്ല പറയില്ല, നല്ല അടിപൊളിയാണ്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ അവളെന്നെ അടിക്കണോണ്ട് അവൾക്ക് അതിന്റെ രീതിയിലൊക്കെ അടിക്കാം അല്ലേ. അപ്പൊ ഇതാണത്. അപ്പൊ വേറെന്താ പറയുന്നത്? അപ്പൊ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയാണ് 19ാമത്താണ്. എല്ലാവരും പ്രാർത്ഥിക്കുക ഇനിയും ഒരുപാട് കാലം ജീവിക്കാനില്ലേ. അപ്പൊ മക്കളെ കുടുങ്ങിയിട്ട് 19 കൊല്ലായി എന്നാണ് പറയണത് അല്ലേ. ഒരു രക്ഷയില്ല. 19 വർഷത്തില് 18 വർഷം തിരക്കാണ്, അടിയോടെ അടിയാണ് പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല. ഇപ്പൊ ചിരിക്കണ നോക്കണ്ടട്ടാ. അപ്പൊ പറ്റില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യോണ്ടിട്ടാ, ഒന്ന് ഷെയർ ചെയ്യോണ്ടി വീഡിയോ ട്ടാ. ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ വർത്താനം കേട്ടിട്ട് നിങ്ങൾ ബോറടിച്ചിക്കണോന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യങ്ങളിൽ ഇപ്പൊ നമുക്ക് പറയാനുണ്ടാവുള്ളൂ. എന്തേലും പറയണ്ട. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേറൊന്നും പറയല്ല. എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേ. വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാ, കമന്റ് ചെയ്യാ, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ. ഞങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നല്ലതാണെങ്കിലും ആകാത്താണെങ്കിലൊക്കെ നിങ്ങൾ പറയാം. എല്ലാവരും ബൈ ബൈ.